ഇന്നലെ ഉച്ച കഴിഞ്ഞ് കണ്ടില്ലല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്നും നിൽക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മാധവ് സുരേഷും സിനിമയുടെ അണിയറ പ്രവർത്തകരും അശ്വന്ത് കോക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചത്. മാധവ് സുരേഷിന് ആ വിഷയത്തിൽ മറുപടി പറയണം എന്ന് മാധവിന് ആഗ്രഹമുണ്ട്. മാപ്പ് പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ പറ കേക്കട്ടെ. ഫുൾ വീഡിയോ കണ്ടിട്ടില്ല. എന്റെ അടുത്ത് പലരും പറഞ്ഞാണ് അറിയുന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി അല്ല വന്നത്. തന്റെ കണ്ണൊക്കെ വേറിട്ടുണ്ടല്ലോ. ആദ്യ തൊണ്ട ഇടുന്നുണ്ട്. ഇഫ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉദയന് ദ്രോഹം ചെയ്തെങ്കിലും പാവം എന്തുമാത്രം അലഞ്ഞു. അവരിനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം. എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഉടനെ പ്ലേറ്റ് അങ്ങ് മാറ്റി പിടിച്ച് നിക്കണ്ടേ. അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല. നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. നല്ല ഹിമാലയ വെള്ളം. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത വേറൊരാൾക്ക് ഒരു കോള് വന്നു. ആ റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ ഐ തിങ്ക് ന്യൂസ് 18 വഴിയും വേറെ ഏതൊക്കെയോ ചാനൽസ് വഴി പുറത്തോട്ട് പോയിട്ടുണ്ടാവും. ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ടാ, എന്താ മോനെ, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേര് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.